ഇന്ന് നമ്മുടെ ഡയറ്റിന്റെ എത്രാമത്തെ ദിവസം പറഞ്ഞല്ലോ, 3-4. ഇന്ന് നമ്മുടെ ഡയറ്റിന്റെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ 16-ാം തീയതിയാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 17-ാം തീയതിയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ മോട്ടോർ സൈക്കിളില്ല, അത് കേടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സസൈസ് ആവുമല്ലോ. എക്സസൈസ് ആയിട്ട് ഞാൻ ഇതുവരെ ടൈം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ എക്സസൈസും ആവും, നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ മെഡിസിൻ ഞാൻ കഴിച്ചായിരുന്നു. പിന്നീട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അത് 6:30 ആയപ്പം കഴിച്ചതാണ്. ഇപ്പം സമയം 8 മണിയാവുന്നു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കണം. ഇപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പാല് കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വൻപയർ എടുത്തിട്ടില്ലേ, വൻപയറും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തത് കഴിക്കാമെന്ന് വിചാരിച്ചു. പ്രവീണ് ഞാൻ 2-3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ പാലും ഉണ്ട്. ഉച്ചത്തേക്കിന് ഞങ്ങൾക്ക് ചീരത്തോരനും പിന്നെ നെയ്മീനില്ലേ, നെയ്മീൻ കറി, പിന്നെ സാലഡ്. സാലഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ സാലഡായിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ ക്യുക്കുംബറും ക്യാരറ്റും, പിന്നെ അതിനകത്തോട്ട് കുറച്ച് നാരങ്ങയും പിന്നെ ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ടതാണ് ഉച്ചത്തേക്കിന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനിയും ഇപ്പം ഇറങ്ങണം, എനിക്ക് നടക്കാനായിട്ട് തുടങ്ങണം. ബൈ. ഞാൻ ഇപ്പോൾ പോകാൻ ഇറങ്ങിയേക്കുവാണ്. ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തോട്ട് ചൂടായിരിക്കും. അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. കരിഞ്ഞു പോകണ്ടല്ലോ, അവിടെ മാത്രം അത്രയും ഭാഗത്തെ വൃത്തികേട് അങ്ങ് മറിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ മറച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ ഭയങ്കര വെയിലല്ലേ, എനിക്ക് വെയിൽ പറ്റത്തില്ല. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായതുകൊണ്ട് വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ട്. ഗൈസ്, കുട, അംബ്രല്ല. അതുകൊണ്ട് നമുക്ക് കുടയുണ്ട്. അപ്പം നമുക്ക് നടക്കണം. ഇനിയിപ്പം 6:60 ഇല്ല, പാതി വഴിക്ക് അവർ വരും. കാരണം നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഈ ഏരിയയിലാണ് സ്കൂളുകളൊക്കെ കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്, ആരും വരത്തില്ല. അതുകൊണ്ട് എനിക്ക് പാതി വഴി വരെ പോകണം. അവിടെ നിന്ന് എന്നെ അവർ പിക്ക് ചെയ്യത്തുള്ളൂ. ഇവിടുത്തെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വഴിയിലെല്ലാം ഇങ്ങനെ ഓരോ ചെടികളൊക്കെ നട്ടു വെച്ചേക്കുന്നതാണ്. നല്ല തളിർത്ത് നിൽക്കുവേ. വണ്ടികൾക്കൊന്നും ഒരു നീക്കവും ഇല്ല, ഭയങ്കര സൗണ്ടാണ്. നല്ല ചൂടുണ്ട് ഇന്ന്. അത് ഞാൻ കുടയൊക്കെ പിടിച്ചിട്ട് ഞാൻ പെയ്യെ നടക്കുവാണ്. എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ടായിരിക്കും ഓഫീസിൽ എത്തുന്നത്. പിന്നെ ഓഫീസ് വരെ ഒരു 3 കിലോമീറ്റർ കൂടുതലുണ്ട്. അതുകൊണ്ട് അത്ര വരെ രാവിലെ നടക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടോട്ട്. എനിക്കിഷ്ടമല്ല, എനിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ രാവിലെ. ഇത് അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷെ ഓഫീസ് വരെ നടക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല, അത് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി അവർ വരുന്നവരെ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഒറ്റമൈനെ കണ്ടാൽ അടി കിട്ടുമെന്നല്ലേ പറയുന്നത് പണ്ട് കൊച്ചിലൊക്കെ. പക്ഷെ ഇത് ഒറ്റമൈനല്ല, 2 മൈനയാണ്. അപ്പം എങ്ങൊന്നും വഴക്ക് പാടിയൊന്നും കിട്ടത്തില്ലായിരിക്കും ഇന്ന്. പിന്നെ ജോലിയൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു, എന്നാലും ആൾക്കാർ വരുമ്പോൾ ഞാൻ നിർത്തുമായിരുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഈ കൊച്ചെന്താണ് ഫോണും പിടിച്ചോണ്ട് നടക്കുന്നത്. ആൾക്കാർ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ, എന്റെ സൗണ്ട് അധികം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. വണ്ടിയിൽ പോകുന്നവരും നോക്കുന്നുണ്ട് ഇത് എന്താണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണല്ലോ, ഓരോരുത്തരെന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കല്ലോ. അപ്പൊ നമുക്ക് ഒരു നാണക്കേട് വാച്ചാ. നോക്കുന്നവരൊക്കെ നോക്കട്ടെ, നമ്മുടെ ഇഷ്ടം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇന്ന് വണ്ടികൾക്കൊന്നും ഒരു മൂവ്മെന്റ് ഇല്ല. അപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നത് നല്ല ടാസ്ക് ആണ്. 8:30-ക്കാണ് ഡ്യൂട്ടി. ഇപ്പൊ 8:26. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോവാന്ന്. അപ്പൊ അതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അവർക്ക് അതിലേ അങ്ങ് പോകാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. നമ്മള് ഫൈനലി വണ്ടിയിലെത്തി. ഇതാണ് നമ്മുടെ കൊളീഗ്. ഓഫീസ് വന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ട് എൻ്റെ കയ്യിൽ. ഈ ഇരിക്കുന്നത് 1 200 ml വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇന്ന് ഞാൻ നടന്നു വന്നതുകൊണ്ട് ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു 1 200 ml വെള്ളം ഞാൻ ഓൾറെഡി കുടിച്ചു തീർത്തു. ഇപ്പം സമയം 11:26. ഇപ്പൊ സമയം 11:26 അപ്പോഴത്തേന് ഞാൻ 200 ലിറ്റർ, അല്ല ലിറ്റർ അല്ല, 1 ലിറ്ററും 200 മില്ലിയും കൂടെ ഉള്ള വെള്ളം കുടിച്ചേർത്തു. പിന്നെ ഞാൻ ഇത് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ സമയമുണ്ട്. അപ്പൊ ഇന്ന് ഐ തിങ്ക് ഞാൻ 3 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കുടിക്കുമായിരിക്കും. വെള്ളം ഒരുപാട് കുടിക്കുന്നത് നല്ലതാന്നാ പറയുന്നത്. 3 ലിറ്ററിൽ കൂടുതൽ കുടിക്കുന്ന ഇനി എന്തെങ്കിലും കേട് വരുമോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. എന്താ ഞാൻ ഒരു ജോലി ചെയ്യുന്ന പോലെ തന്നെ ഒരു ദിവസം വെള്ളം കുടിക്കും. അപ്പൊ വെള്ളം കുടി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വർക്കിലാണ്. ഇനി ഒരു 1 മണിയാകുമ്പോ ഞാൻ ഇനി ചോറ് കഴിക്കും. ഓക്കെ ബൈ. അങ്ങനെ ഉച്ചയൊക്കെ ആയി, 1 മണിയായി. അപ്പൊ നമുക്ക് ലഞ്ച് ഇത് മിക്സ് ആയിപ്പോയി. നമുക്ക് ചീരത്തോരന് ലഞ്ച് ചീരത്തോരൻ, ചീര ഏറെ ഉണ്ട് കേട്ടോ, മിക്സ് ആയിപ്പോയി. കുറച്ച് ചോറേ ഉള്ളൂ. പിന്നെ ഫിഷ് 2 കഷ്ണം നെയ്മീൻ. പിന്നെ നമുക്ക് സാലഡ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ക്യാരറ്റും പിന്നെ ക്യുക്കുംബറൂടെ ഞാൻ പറഞ്ഞില്ലേ ഇതിട്ടിട്ട് വന്നതാ. എന്തിട്ടിട്ട് വന്നതാ എന്തായിരുന്നു? നമ്മുടെ ചേടാ അതെന്തൊരു നാരങ്ങ നീരും പിന്നെ ഉപ്പും പിന്നെ എന്തായിരുന്നു ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇതാദ്യം കഴിക്കും. എല്ലാവരും പറഞ്ഞു ഇതാദ്യം കഴിച്ചാൽ നമുക്ക് വിശക്കത്തില്ലെന്ന്. ഇത് നിറച്ച് കഴിഞ്ഞിട്ടുള്ള അത് കഴിക്കും. ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ, ചോറ് കുറച്ചേ ഉള്ളൂ, പിന്നെ വെള്ളം. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ബൈ. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പോകുന്നത് പിക്കപ്പിലാണ് ഗൈസ്. പിക്കപ്പ് വരുന്നുണ്ട്, പിക്കപ്പിലാണ്. പിക്കപ്പിൽ കയറി എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഫ്രണ്ട് സീറ്റ് ഇരുന്നാൽ മതി. എൻ്റെ അച്ഛനും പിക്കപ്പ് ഓടിക്കുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ പിക്കപ്പിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. സൺകിസ്റ്റ് ഇത് വക്കാസ് ഭായി वकास भाई पाकिस्तान से किसको भेज रहा है? നല്ല ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ഇപ്പൊ സമയം എത്ര? ഇപ്പൊ 5:15 എന്നിട്ട് ഇവിടെ നല്ല വെയിലും നല്ല ചൂടുമാണ്. നല്ല രസമുണ്ട് നടക്കാൻ. നേരത്തെ എന്ന് വെച്ചാല് എനിക്ക് നടക്കുന്ന പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ഡയറ്റ് ആണല്ലോ. അപ്പൊ എന്റെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് ഞാൻ നടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ നമ്മളുടെ കണ്ടോ വെയിലടിക്കുന്ന നമ്മുടെ മുഖം കാണാൻ നല്ല രസമുണ്ട്. സൺകിസ്റ്റ് വീഡിയോ. സൺ കിസ് ചെയ്ത് അവസാനം ടാൻ അടിക്കാതിരുന്നാ മതിയായിരുന്നു.